മലബാറിലെ +1 സീറ്റ് ക്ഷാമം പരിഹരിക്കാൻ അധിക ബാച്ച് അനുവദിക്കാൻ തീരുമാനവുമായി വിദ്യാഭ്യാസ വകുപ്പ്. ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ രണ്ടംഗ സമിതിയെ ചുമതലപ്പെടുത്തി. സമിതി ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ നടത്തിവന്ന സമരവും പിൻവലിച്ചു. +1 സീറ്റിൽ പ്രതിസന്ധിയില്ലെന്നായിരുന്നു സർക്കാർ തുടക്കത്തിലേ എടുത്ത നിലപാട്. എന്നാൽ ഇടത് വിദ്യാർത്ഥി സംഘടന കൂടി തിരിഞ്ഞതോടെ സീറ്റുകളിൽ കുറവുണ്ടെന്ന് മന്ത്രിയും വകുപ്പും തുറന്നു സമ്മതിച്ചു. മലപ്പുറത്ത് 7478 സീറ്റുകളുടെയും കാസർഗോഡ് 252 സീറ്റുകളുടെയും പാലക്കാട് 1757 സീറ്റുകളുടെയും കുറവാണുള്ളത്. മലപ്പുറത്ത് 7 താലൂക്കിൽ സയൻസ് സീറ്റ് അധികവും കൊമേഴ്സ് ഹ്യൂമാനിറ്റി സീറ്റുകൾ കുറവുമാണ്. നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുന്നത് തത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിക്കുകയും ചെയ്തു. നിലവിലെ മലപ്പുറത്തിൻ്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ജൂലൈ 2-ന് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ 2 പേരടങ്ങുന്ന സമിതിയെ നിശ്ചയിച്ചു. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരാണ് സമിതി അംഗങ്ങൾ. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണമെന്നാണ് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സീറ്റ് കുറവുണ്ടെന്നത് സർക്കാർ സമ്മതിച്ചത് സ്വാഗതാർഹമെന്നും തീരുമാനം മുഖവിലേക്കെടുക്കുന്നുവെന്നും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അറിയിച്ചു. ഇവിടെ അധിക ബാച്ചുകൾ എന്നതാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതും സർക്കാർ മേഖലയിൽ ഈ ബാച്ചുകൾ അനുവദിക്കപ്പെടണമെന്ന് ഞങ്ങൾ സർക്കാരിൻ്റെ മുൻപിലേക്ക് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അത് സർക്കാർ പരിഗണിക്കാം എന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിട്ടുണ്ട്. 15ഓളം വിദ്യാർത്ഥി സംഘടനകളാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.